എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിന്റെ 8ാമത്തെ മൊഡ്യൂളിലെ മൈക്രോസ്കോപ്പി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ ഇപ്പോൾ മൈക്രോബയോളജി അതേപോലെ ബയോകെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. പക്ഷേ കെമിസ്ട്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ടോപ്പിക് ആയിരിക്കും. അപ്പൊ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, ഒക്കെ കുറെ തിയറി കാര്യങ്ങളാണ്. അപ്പോ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ് തുടങ്ങാലോ അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ് മൈക്രോസ്കോപ്പി? ഫസ്റ്റ് എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു സീ ഒബ്ജെക്ട്സ് ദാറ്റ് ആർ ടു സ്മാൾ ഫോർ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒബ്ജക്ട്സിനെ നമ്മൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് ദ സയൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്മാൾ ഒബ്ജക്ട്സ് യൂസിങ് മൈക്രോസ്കോപ്പ്. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് സ്മാൾ ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡാണ്. മൈക്രോൺ എന്നാൽ അതിന്റെ മീനിങ് സ്മാൾ, സ്കോപ്പിയോസ് എന്ന് പറഞ്ഞാൽ ടു ലുക്ക്. അപ്പൊ മൈക്രോൺ ആൻഡ് സ്കോപ്പിയോസ് ഈ രണ്ട് വേർഡ്സിൽ നിന്നാണ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി എന്നുള്ള ആ ഒരു വേർഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്താണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയാത്ത സ്മാൾ ഒബ്ജക്ട്സ്, ഓർഗാനിസംസ് എല്ലാം ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ വ്യൂ ചെയ്യുന്നു. അതിനെയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റഡിയാണ് മൈക്രോസ്കോപ്പി. മൈക്രോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് സ്മാൾ, സ്കോപ്പിയോസ് എന്ന് പറഞ്ഞാൽ ടു ലുക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഈ മൈക്രോസ്കോപ്പിന്റെ ഹിസ്റ്ററി, ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ഹാൻസ് ജാൻസൺ ആൻഡ് ഹിസ് സൺ, അതായത് ഒരു ഫാദറും അയാളുടെ സണ്ണും കൂടിയാണ്. ഹാൻസ് ജാൻസൺ ഫാദർ ആൻഡ് സൺ സക്കറിയാസ് ജാൻസൺ. ഓക്കെ. അപ്പോ 1590. ഓക്കെ. ഹാൻസ് ജാൻസണും ആൻഡ് സക്കറിയാസ് ജാൻസൺ കൂടിയാണ് ഫസ്റ്റ് ആയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഗലീലിയോ ഗലീലി ഫസ്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഫോം ചെയ്തു. അതിന്റെ പേരാണ് ഓഷിയോലിനോ എന്നാണ് ആ മൈക്രോസ്കോപ്പിന്റെ പേര്. ദെൻ ആന്റൺ വാൻ ലീവൻഹോക്ക്. ആന്റൺ വാൻ ലീവൻഹോക്ക് ആണ് ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസം നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഫസ്റ്റ് ആയിട്ട് ഒരു മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ക്രൈബ് ചെയ്തത് ആദ്യമായിട്ട് ആന്റൺ വാൻ ലീവൻഹോക്ക് ആണ്. നമുക്കറിയാം ആന്റൺ വാൻ ലീവൻഹോക്ക് ആരാണ്? നമ്മുടെ ഫാദർ ഓഫ് മൈക്രോബയോളജി ആണ്. ഓക്കെ. ദെൻ റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് ആണ് നമ്മുടെ കോർക്ക്, നമ്മുടെ ഈ പ്ലാന്റ് സെൽ ഉണ്ടല്ലോ, പ്ലാന്റ്സിന്റെ, അതായത് കോർക്ക്, ആ കോർക്ക് ഒരു മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്തിട്ട് ആദ്യമായിട്ട് സെൽ എന്ന് പറഞ്ഞ ഒരു ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ. ദെൻ മൈക്രോസ്കോപ്പ് എന്ന വേർഡ് ഫസ്റ്റ് ആയിട്ട് കോയിൻ ചെയ്തത് ആരാണ്? ഫേബർ എന്ന് പറഞ്ഞ ആളാണ് മൈക്രോസ്കോപ്പ് പറഞ്ഞത്. ഓക്കെ. മൈക്രോസ്കോപ്പ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഫേബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ഹാൻസ് ജാൻസൺ ആൻഡ് സക്കറിയാസ് ജാൻസൺ ആണ്. ദെൻ കോമ്പൗണ്ട് ഫസ്റ്റ് ആയിട്ട് ഒരു ഓഷിയോലിനോ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത് ഗലീലിയോ ഗലീലി ആണ്. ദെൻ ആന്റൺ വാൻ ലീവൻഹുക്ക് ആണ് ഫസ്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസത്തെ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത്. അദ്ദേഹത്തെ, ആന്റൺ വാൻ ലീവൻഹോക്കിനെ, നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദെൻ റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് ഒരു കോർക്ക് സെല്ലിനെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ സെൽസ് എന്ന് നാമകരണം ചെയ്തത്. ദെൻ ദ മൈക്രോസ്കോപ്പ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഫേബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ?
ഇനി ജസ്റ്റ് നമുക്കൊരു മൈക്രോസ്കോപ്പിന് ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ അതിന്റെ ജസ്റ്റ് ഒരു എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് അറിയാനുള്ള അതിന്റെ ഒരു ഫോട്ടോ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്സുകളൊന്ന് നോക്കുക. അപ്പോ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പാർട്സ് ആണ്, എല്ലാ പാർട്സും ഇമ്പോർട്ടൻസ് ആണ്, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് അതിന്റെ ഐ പീസ്, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസസ്, കണ്ടൻസർ. അപ്പോ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പാർട്സുകൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഒരു മൈക്രോസ്കോപ്പിന്റെ ഫസ്റ്റ് പാർട്ട് ഐ പീസ്. ഓക്കെ, ഐ പീസ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഐ പീസ്. അപ്പൊ എന്താണ് ഐ പീസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, ഐ പീസ് എന്ന് പറഞ്ഞാല് ഐ പീസിന്റെ മറ്റൊരു പേരാണ് ഓൾസോ നോൺ ആസ് ഒക്കുലാർ ലെൻസ്. ഐ പീസിനെ നമ്മൾ ഒക്കുലാർ ലെൻസ് എന്ന് പറയും. ദെൻ അതിന്റെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിലെ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x ആണ്. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് നമ്മൾ വരുന്ന സ്ലൈഡിൽ പറയും. ഓക്കെ, അപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഫസ്റ്റ് പാർട്ടാണ്. നോക്കൂ, ഐ പീസ് ഏതാന്ന് കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ഐ പീസ്, ഇതാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസിന്റെ മറ്റൊരു പേരാണ് ഒക്കുലാർ ലെൻസ്. ഈ ഒക്കുലാർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിന്റെ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് പാർട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. അടുത്ത ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. ഏതാണ്? ഇവിടെ നോക്കൂ, ഒബ്ജക്റ്റീവ് ലെൻസസ് കണ്ടില്ലേ? ഒരു മൈക്രോസ്കോപ്പിന് 1, 2, 3 ഒന്നോ അതിൽ കൂടുതലോ ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോ എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ്? മെയിൻ ലെൻസസ് യൂസ്ഡ് ഫോർ സ്പെസിമെൻ വിഷ്വലൈസേഷൻ. നമ്മുടെ സ്പെസിമെൻ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. ദെൻ കംസ് വേരിയസ് മാഗ്നിഫിക്കേഷൻ പവർ. ഒബ്ജക്റ്റീവ് ലെൻസിന് ഡിഫറെന്റ് മാഗ്നിഫിക്കേഷൻ വരാം. അപ്പോ കോമൺ ആയിട്ടുള്ളത് 4x ഉണ്ട്, 40x ഉണ്ട്, 100x ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് മാഗ്നിഫിക്കേഷൻ പവർ ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? 10x ആണ്. ഓക്കെ, ദെൻ കണ്ടൻസർ. അടുത്ത പാർട്ടാണ് കണ്ടൻസർ. ഓക്കെ, ഈ പാർട്ടാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ കണ്ടൻസറിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താണ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ? ലെൻസസ് യൂസ്ഡ് ടു കളക്ട് ആൻഡ് ഫോക്കസ് ദ ലൈറ്റ് ഫ്രം ലൈറ്റ് സോഴ്സ് ഇൻ ടു സ്പെസിമെൻ. നമ്മുടെ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റിനെ കളക്ട് ചെയ്ത് നമ്മുടെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പാർട്ടിനെയാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ. അപ്പൊ ലെൻസ് ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടൻസറിന്റെ, അതായത് ലൈറ്റിനെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിന്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കണ്ടൻസർ ആണ്. ഓക്കെ, ഇറ്റ് അവിടെ ജി അല്ല ടി ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു എൻഹാൻസ് റെസൊല്യൂഷൻ ആൻഡ് റിവീൽ ഫൈനർ ഡീറ്റെയിൽസ് ഓഫ് സ്പെസിമെൻ. അപ്പൊ അതെന്താണ്? നമ്മുടെ നമ്മുടെ റെസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യും. അതായത് എന്താണ് റെസൊല്യൂഷൻ, എന്താണ് മാഗ്നിഫിക്കേഷൻ ഒക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ ഈ റെസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ സ്പെസിമെനിലെ ഫൈനർ ഡീറ്റെയിൽസ് നമുക്ക് കാണാനും നമ്മുടെ കണ്ടൻസർ ലെൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹയർ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ മോർ ദ ഇമേജ് ക്ലാരിറ്റി. അപ്പോ കണ്ടൻസറിന്റെ മാഗ്നിഫിക്കേഷൻ ഹയർ ദ മാഗ്നിഫിക്കേഷൻ കണ്ടൻസർ മോർ ഇമേജ്, നമ്മുടെ ഇമേജ് കൂടുതൽ ക്ലാരിറ്റി ആകും. ഓക്കെ, അപ്പൊ ഐ പീസ് എന്ന് പറഞ്ഞാൽ ഐ പീസിന്റെ മറ്റൊരു പേരാണ് ഒക്കുലാർ ലെൻസ്. കോമൺ ആയിട്ടുള്ള ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ്, നമ്മുടെ സ്പെസിമെൻ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെന്റ് മാഗ്നിഫിക്കേഷൻ ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലെ ഇപ്പൊ 4x, 40x, 100x എന്നൊക്കെയുള്ള ഒബ്ജക്റ്റീവ് ലെൻസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിനെ ലൈറ്റിനെ കളക്ട് ചെയ്ത് നമ്മുടെ സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിന്റെ പാർട്ടാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ദെൻ ഇതെന്താണ്? ഈ കണ്ടൻസർ നമ്മുടെ റെസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ ഈ സ്പെസിമെനിലെ
ഫൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ നമുക്ക് കാണിച്ചു തരാനും ആര് ഹെൽപ്പ് ചെയ്യും? കണ്ടൻസർ ഹെൽപ്പ് ചെയ്യും. കണ്ടൻസറിന്റെ മാഗ്നിഫിക്കേഷൻ എത്രത്തോളം ഹയർ ആണോ അത്രത്തോളം നമുക്ക് ഇമേജിന്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്താണ് മൈക്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞു, എന്താണ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു. മൈക്രോസ്കോപ്പിന്റെ ഒരു പിക്ചർ നമ്മൾ കണ്ടു, ഏതൊക്കെ പാർട്സ് ആണെന്ന് നമ്മൾ നോട്ട് ചെയ്തു. ഓക്കെ, then ഇമ്പോർട്ടന്റ് പാർട്സ് എന്തൊക്കെ, ഓരോ ഒരു മൈക്രോസ്കോപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ചില പാർട്സും അതിന്റെ ഫങ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഇത്രയും എടുത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സിലബസിൽ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോസ്കോപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ഒപ്റ്റിക്കൽ ലെൻസസ് ആൻഡ് വിസിബിൾ ലൈറ്റ് ഫോർ മാഗ്നിഫിക്കേഷൻ. നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്താണ് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വിസിബിൾ ലൈറ്റ് ആണ് ഫോർ മാഗ്നിഫിക്കേഷൻ. വർക്ക് ഓൺ ഡിപ്പെൻഡിങ് മാഗ്നിഫിക്കേഷൻ റെസല്യൂഷൻ. അപ്പൊ നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ എന്താണ്? മാഗ്നിഫിക്കേഷൻ. സെക്കൻഡ് വൺ റെസല്യൂഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ടൈംസ് ദി സ്പെസിമെൻ ഈസ് അപ്പിയർഡ്. അതായത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പെസിമെന്റെ, അതായത് എത്ര ടൈം നമുക്ക് ലാർജർ ആയിട്ട് ആ സ്പെസിമെൻ കാണിച്ചു തരുന്നു. അതായത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൽ സ്പെസിമെനെ നമ്മൾ വ്യൂ ചെയ്യാണ്. അപ്പോ നമ്മൾ വെച്ചിട്ടുള്ള ആ സ്പെസിമെന്റെ എത്ര ടൈം ലാർജർ ആയിട്ട് നമുക്ക് ആ സ്പെസിമെനെ കാണാൻ കഴിയുന്നു, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഒരു മാഗ്നിഫിക്കേഷൻ, അതായത് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് 100x to 4 lakh x, അതായത് 4 lakh ടൈംസ് ലാർജർ ആയിട്ട് നമുക്ക് ആ ഒരു സ്പെസിമെനെ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പൊ 100x ആണെങ്കിൽ നമ്മുടെ സ്പെസിമെനേക്കാൾ 100 ടൈംസ് ലാർജർ നമുക്ക് ആ സ്പെസിമെനെ വ്യൂ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് 100x to 4 lakh x വരെ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഓരോ മൈക്രോസ്കോപ്പിനും മാഗ്നിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഹയർ മാഗ്നിഫിക്കേഷൻ വരെ നമുക്ക് ഓരോ സ്പെസിമെനെ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയും. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് മനസ്സിലായല്ലോ. Okay, by magnification, it provides us to see microorganisms and structures invisible to the naked eye. നമ്മുടെ naked ഐക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ മാഗ്നിഫിക്കേഷൻ കൂട്ടും തോറും നമ്മുടെ നേക്കഡ് ഐസിന് ഇൻവിസിബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും. അതിന്റെ സ്ട്രക്ചേഴ്സും എല്ലാം നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് മാഗ്നിഫിക്കേഷൻ. നമ്മുടെ ഒരു മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൾക്ക് എത്ര അതായത് 0.5 millimeter സൈസുള്ള ഒബ്ജക്റ്റിനെ മാത്രമാണ് നമുക്ക് കാണാൻ അതായത് അത്ര വരെ നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 micrometer, അതായത് 1 micrometer വരെയുള്ള വസ്തുക്കളെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയും. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് 1 nanometer വരെയുള്ള സൈസ് ഒബ്ജക്ട്സിനെ കാണാൻ കഴിയും. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു ലെൻസിന്റെ, അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് അതിന് ഇത്ര മാഗ്നിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണക്കാക്കുന്നത്? മാഗ്നിഫിക്കേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസസ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ 2 types ലെൻസസ് ആണുള്ളത്. ഒന്ന് ഐ പീസും ഉണ്ട്, ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസസും ഉണ്ട്. അപ്പൊ ഐ പീസിന് ഒരു മാഗ്നിഫിക്കേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ലെൻസസിന് വേറൊരു മാഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മാഗ്നിഫിക്കേഷൻസിന്റെയും പ്രോഡക്റ്റ് ആണ് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. മാഗ്നിഫിക്കേഷൻ ഓഫ് അബൌട്ട്
1500x is the upper limit of compound microscope. This limit is set because of resolution. അപ്പൊ നമ്മുടെ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 1500x വരെ അതിന്റെ ഒരു അപ്പർ ലിമിറ്റ് ആണ്. കാരണം അതിന്റെ ഒരു റെസല്യൂഷനും കൂടി നമ്മൾ നോക്കണം. നമ്മൾ വെറും മാഗ്നിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ റെസല്യൂഷനും കൂടി നോക്കണം. അപ്പൊ എന്താണ് റെസല്യൂഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്പെസിമെനെ അതിന്റെ എത്ര ടൈംസ് ലാർജർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ കണക്കാക്കുന്നത്? അതിന്റെ ഐ പീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസസിന്റെയും മാഗ്നിഫിക്കേഷന്റെ പ്രോഡക്റ്റ് ആണ് ഒരു മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് റെസല്യൂഷൻ. അപ്പൊ ഒരു മൈക്രോസ്കോപ്പിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എത്രയാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ, എത്രയാണ് അതിന്റെ റെസല്യൂഷൻ എന്നും കൂടി നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ എന്താണ് റെസല്യൂഷൻ? റെസല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ടു അഡ്ജസന്റ് പോയിന്റ്സ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലിയർ. അതായത് ഇപ്പോ അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു 2 പോയിന്റ്സിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും വളരെ സെപ്പറേറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് കാണാൻ കഴിയണം. നമുക്കിപ്പോ നമ്മൾ ഇമേജ് നമ്മൾ ഫോണിലൊക്കെ ഒരു സൂം ചെയ്ത് ലാസ്റ്റ് അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും അല്ലെ. പക്ഷെ ഹൈ റെസല്യൂഷൻ ഉള്ള മൈക്രോസ്കോപ്പ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എത്ര അത് ലാർജർ ആക്കിയാലും അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടില്ല. നമ്മൾ മാഗ്നിഫിക്കേഷൻ കൂട്ടിയാലും എത്ര മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിലും നമുക്കതിന്റെ അതായത് ഓരോ ഒബ്ജക്റ്റും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയണം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ടു അഡ്ജസന്റ് പോയിന്റ്സ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലിയർ. 2 പോയിന്റ്സ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും, അടുത്തടുത്തുള്ള 2 പോയിന്റ്സിനെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. ആ ഒരു എബിലിറ്റി, മൈക്രോസ്കോപ്പിന്റെ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് റെസല്യൂഷൻ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, then എന്താണ് ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാല്? ഒരു മൈക്രോസ്കോപ്പിന്റെ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബൈ വിച്ച് 2 objects ക്യാൻ ബി സെപ്പറേറ്റഡ് ആൻഡ് സ്റ്റിൽ ഡിസ്റ്റിംഗ്വിഷബിൾ ആസ് സെപ്പറേറ്റ് ഒബ്ജക്റ്റ്. നമ്മൾ 2 ഒബ്ജക്റ്റിനെയും നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് അതിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്, ആ സ്മോളസ്റ്റ് ഡിസ്റ്റൻസിലും ആ 2 ഒബ്ജക്റ്റ്, ഏറ്റവും അടുത്തടുത്തുള്ള 2 ഒബ്ജക്റ്റ് നമുക്ക് സ്റ്റിൽ ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. ഓക്കെ, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സ്മാളസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ മാഗ്നിഫിക്കേഷൻ, നമ്മുടെ ഹ്യൂമൻ ഐനെയും ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെയും ഒക്കെ മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഒരു റിസോൾവിംഗ് പവർ, നമ്മുടെ ഹ്യൂമൻ ഐന്റെ റിസോൾവിംഗ് പവർ എത്രയാണ്? 0.2 millimeter ആണ്. അതായത് 0.2 millimeter വരെ അടുത്തടുത്തുള്ള വസ്തുക്കളെ മാത്രം നമുക്ക്, കൂടുതൽ വസ്തുക്കൾ അടുത്ത് നിന്നാൽ നമ്മുടെ ഹ്യൂമൻ ഐക്ക് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹ്യൂമൻ ഐന്റെ റിസോൾവിംഗ് പവർ എത്രയാണ്? 0.2 millimeter ആണ്. ഇതിനൊരു ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണെങ്കിൽ എത്രയാണ് റിസോൾവിംഗ് പവർ? കൂടി എത്രയാണ് വരിക? 0.2 micrometer ആണ് ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആയിട്ടുള്ള സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ എത്രയാണ്? 5 to 10 നാനോമീറ്റർ. ദെൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ എത്രയാണ്? 0.5 നാനോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ, അതായത് ഹ്യൂമൻ ഐനേക്കാൾ നമുക്ക് റിസോൾവിംഗ് പവർ ഏതിനാണ്? നമ്മുടെ മൈക്രോസ്കോപ്പിന്, ലൈറ്റ് മൈക്രോസ്കോപ്പിനാണ്. അതിനേക്കാൾ റിസോൾവിംഗ് പവർ, അതായത് നാനോമീറ്റർ സ്കെയിൽ വരെ പിന്നെ നമുക്ക് ഒബ്ജക്ട്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കൂട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. Then magnification without resolution is not beneficial. ഇപ്പൊ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിന് നല്ല മാഗ്നിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ റെസല്യൂഷൻ വളരെ കുറവാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അപ്പൊ മാഗ്നിഫിക്കേഷനും റെസല്യൂഷനും രണ്ടുമുള്ള ഒരു മൈക്രോസ്കോപ്പ് ആണ്
ഏറ്റവും നല്ല മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ അതാണ് പറയുന്നത് മാഗ്നിഫിക്കേഷൻ വിത്തൗട്ട് റെസൊല്യൂഷൻ ഈസ് നോട്ട് ബെനഫിഷ്യൽ സിൻസ് ദ ഇമേജ് ഒബ്റ്റൈൻഡ് മേ ബി അൺക്ലിയർ. നമ്മൾ നല്ല മാഗ്നിഫിക്കേഷൻ ഉണ്ടെങ്കിലും റെസൊല്യൂഷൻ കുറവാണെങ്കിൽ എന്താണ്, ആ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ലാർജ് ആയിട്ട് കാണിക്കും, പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ നമ്മൾ ഇൻക്രീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. 2 വേസ് ആണ്. അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് 2 വഴികളാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യാം. ദെൻ ഇൻക്രീസ് ഇൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് നമ്മൾ പറയും, വരുന്ന സ്ലൈഡിൽ പറയും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോ നമ്മുടെ മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇമേജിനെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ പവർ എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക? ഒന്ന്, ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, ദെൻ ഇൻക്രീസ് ഇൻ ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇപ്പോ ഒരു 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ, ഫുള്ളി റിസോൾവ്ഡ് ആണ്, മറ്റേത് ജസ്റ്റ് റിസോൾവ്ഡ് ആണ്. അപ്പൊ ഫുള്ളി റിസോൾവ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ആ 2 പോയിന്റും നമുക്ക് വളരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് റിസോൾവ് ചെയ്തതിൽ എന്താണ്, നമുക്ക് ഒറ്റൊരു ഇതായിട്ടാണ് കാണുന്നത് അല്ലെ, രണ്ടും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു ഒറ്റ ഇമേജ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. മറ്റേത് എന്താണ്, നമുക്ക് 2 പോയിന്റ്സും, അതായത് അടുത്തടുത്തുള്ള 2 പോയിന്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് ഏതിലാണ്, നമ്മുടെ റിസോൾവിംഗ് പവർ കൂടിയ മൈക്രോസ്കോപ്പിനാണ്. ഓക്കെ, ഇനി എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ? ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാല് മെഷർ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി ഓഫ് ലൈറ്റ്. ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെന്റ് ആണ് ഇതിന്റെ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റി ഓഫ് ലെൻസസ്. ലെൻസസിന്റെ ലൈറ്റ് ഗാദറിംഗ് എബിലിറ്റിന്റെ മെഷറിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ലെൻസ് ടു ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. അതായത് ഒരു ലെൻസിന്റെ ഡയമീറ്ററും അതിന്റെ ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ആ റേഷ്യോനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഇൻക്രീസസ് വെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസസ്. ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ഇൻക്രീസ് ചെയ്യും? റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ന്യൂമറിക്കൽ അപ്പർച്ചർ മെഷേഴ്സ് ഹൗ മച്ച് ലൈറ്റ് കോൺ സ്പ്രെഡ് ഔട്ട് ബിറ്റ്വീൻ കണ്ടൻസർ ആൻഡ് സ്പെസിമെൻ. അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പിലെ സ്പെസിമെന്റെയും കണ്ടൻസറിന്റെയും ഇടയിൽ എത്ര ലൈറ്റ് കോൺ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെഷേഴ്സ് ചെയ്യുന്നത് എന്താണ്? ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ്. മോർ സ്പ്രെഡ് ഓഫ് ലൈറ്റ് ഗിവ് ബെറ്റർ റെസൊല്യൂഷൻ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് മൈക്രോസ്കോപ്പ്. അപ്പോ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാ പറയുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഡ്രൈ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. അപ്പൊ എന്താണ് ഓയിൽ ഇമേഴ്ഷൻ നമ്മൾ പറയൂട്ടോ. ഓക്കെ, അപ്പൊ ഡ്രൈ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. അപ്പൊ ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസ് ആണെങ്കിൽ എന്താണ്, അതിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ഡ്രൈ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ന്യൂമറിക്കൽ അപ്പർച്ചർ ഏതിനാണ് കൂടുതൽ? ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസിനാണ്. അപ്പൊ ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ റെസൊല്യൂഷൻ കൂടും, നമുക്ക് നമ്മുടെ സ്പെസിമെനെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അപ്പൊ ഡ്രൈ ഒബ്ജക്റ്റീവ് ലെൻസിനേക്കാൾ ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസിനാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതൽ. അതുവഴി നമ്മുടെ റെസൊല്യൂഷനും മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷനും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ എന്താണ് ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്? ഓയിൽ ഇമേഴ്ഷൻ ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ബൈ ഇമേഴ്സിംഗ് ബോത്ത് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് സ്പെസിമെൻ ഇൻ എ ട്രാൻസ്പാരന്റ് ഓയിൽ ഓഫ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ സിഡാർ ഓയിൽ. നമ്മുടെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഓയിലില് നമ്മുടെ ഇമേഴ്സ് ചെയ്യാണ്. എന്തിനൊക്കെ? നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിനെയും നമ്മുടെ സ്പെസിമിനെയും
ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഓയിലിൽ ഇമേഴ്സ് ചെയ്യുന്നതിനെയാണ് ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണ് സിഡാർ ഓയിൽ. അത് നല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഓയിലാണ്. അപ്പോൾ സിഡാർ ഓയിലാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ദർ ബൈ ഇൻക്രീസിങ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ ഇങ്ങനെ ഓയിൽ ഇമേഴ്ഷൻ ചെയ്താൽ എന്താണ്, നമ്മുടെ ലെൻസിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യും. ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് റെസൊല്യൂഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് ഇമേജ്. അങ്ങനെ നമ്മുടെ മൈക്രോസ്കോപ്പിക് ഇമേജിന്റെ ക്ലാരിറ്റിയും റെസൊല്യൂഷനും ഇൻക്രീസ് ചെയ്യും. യൂസ് ഓഫ് ഓയിൽ മിനിമൈസസ് ദ ലോസ് ഓഫ് ലൈറ്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ലൈറ്റ് പാസസ് ഫ്രം ഗ്ലാസ് ടു എയർ. നമുക്കറിയാം, നമ്മുടെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഇമേഴ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ലോസ് ഓഫ് ലൈറ്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ലൈറ്റ് പാസസ് ഫ്രം ഗ്ലാസ് ടു എയർ. ഗ്ലാസിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ആ ലോസ് ഓഫ് ലൈറ്റിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഓയിൽ ഇമേഴ്ഷൻ വഴി, ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ ഇമേഴ്ഷൻ ചെയ്താല് നമുക്ക് ആ ഒരു ലൈറ്റിന്റെ ലോസ് നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പോ മൈക്രോസ്കോപ്പിന്റെ രണ്ട് ടേംസ് നമ്മൾ പറഞ്ഞു, മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷനും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ മാഗ്നിഫിക്കേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ റെസൊല്യൂഷൻ കൂടി വേണം. അപ്പൊ എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യുക, അതിന് വേവ് ലെങ്ത് ഡിക്രീസ് കുറയ്ക്കുക, ലൈറ്റ് സോഴ്സിന്റെ വേവ് ലെങ്ത് കുറയ്ക്കുക, ദെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യുക. ദെൻ എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞു. ന്യൂമറിക്കൽ അപ്പർച്ചർ കൂടുതൽ ആർക്കാണ്, ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവ് ലെൻസിനാണ്, ട്രൈ ഒബ്ജക്റ്റീവ് ലെൻസിനേക്കാൾ. ദെൻ എന്താണ് ഓയിൽ ഇമേഴ്ഷൻ എന്ന് പറഞ്ഞു. ഓയിൽ ഇമേഴ്ഷൻ വഴി നമുക്ക് ആ ഒരു ലൈറ്റ് ലോസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് നമ്മുടെ സിലബസിലെ അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് മാഗ്നിഫിക്കേഷൻ ഈസ് ബേസ്ഡ്. അതായത് മാഗ്നിഫിക്കേഷന്റെ ബേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. എന്താണ്, ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഓക്കെ, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആണ് സോഴ്സ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീംസ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇൻ ആൾ മൈക്രോസ്കോപ്പ് സ്പെസിഫിക് ലെൻസസ് മാഗ്നിഫൈ ദ ഇമേജസ് ഓഫ് ദ ഒബ്ജക്ട്സ്. രണ്ട് മൈക്രോസ്കോപ്പിലും എന്തുണ്ട്, സ്പെസിഫിക് ലെൻസസ് ഉണ്ടാകും. ആ സ്പെസിഫിക് ലെൻസസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്? ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. മാഗ്നിഫിക്കേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സിസ്റ്റം ഓഫ് ഒപ്റ്റിക്കൽ ലെൻസസ് യൂസിങ് ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താണ്, ഒപ്റ്റിക്കൽ ലെൻസിനെ വഴിയാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ ഒബ്റ്റൈൻ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ്? ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് UV മൈക്രോസ്കോപ്പ്. അപ്പൊ ഓരോന്നും എന്താണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സിസ്റ്റം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ്. ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരുത്ത് എന്തായിരുന്നു, ഒപ്റ്റിക്കൽ ലെൻസസ് ആയിരുന്നു അല്ലെ. ആൻഡ് എ ഷോർട്ട് ബീം ഓഫ് ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ മാഗ്നിഫിക്കേഷൻ. അവിടെ മാഗ്നിഫിക്കേഷൻ ലഭിക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ബീം ഓഫ് ഇലക്ട്രോൺസ്. അപ്പോ ഏതൊക്കെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വരുന്നത്? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ TEM. ദെൻ സെക്കൻഡ് വൺ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ SEM. ഓക്കെ, then light microscope broadly classified into two categories based on lens system. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്താണ്, നമ്മളെ ലെൻസ് സിസ്റ്റത്തെ, അതിലെ ലെൻസ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ട് ടു ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എന്ത് മാത്രമേ ഉണ്ടാകുള്ളൂ, ഓൺലി വൺ ബൈ കോൺവെക്സ് ലെൻസ് അലോങ് വിത്ത് എ സ്റ്റേജ് ടു കീപ് ദ സ്പെസിമെൻ. ഒരൊറ്റ ടൈപ്പ് ലെൻസ് മാത്രമേ നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്തുണ്ടാകും, ടു സെപ്പറേറ്റ് ലെൻസ് സിസ്റ്റം ഉണ്ടാകും. അപ്പൊ ഏതൊക്കെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലെൻസ് സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ടായിരിക്കും, ദെൻ ഒക്കുലാർ ലെൻസ് അഥവാ നമ്മുടെ ഐപീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ നമ്മളെ മാഗ്നിഫൈങ് ലെൻസസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോ അതൊക്കെ സിമ്പിൾ, നമ്മള് വെറുതെ ലെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വസ്തുവിനെ വലുതായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള
ആ സംഭവം അത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. അതുപോലെ നമ്മുടെ ഈ വാച്ച് കടയിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതിലെ ഇത് കാണാൻ വേണ്ടിയിട്ട്, വലുതായി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പെട്ടതാണ്. ദെൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ടൈപ്പ് ലെൻസസ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസസും ഓക്യുലാർ ലെൻസസും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ദെൻ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി. അപ്പൊ എന്താണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാല്? അപ്പൊ ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയെ നമ്മൾ കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്നും പറയും. ഓക്കെ, uses light rays to produce a dark image against a bright background. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി. ബ്രൈറ്റ് ഫീൽഡ് അതിന്റെ പേര് തന്നെ ശ്രദ്ധിക്കുക, ബ്രൈറ്റ് ആയിട്ടുള്ള ഫീൽഡ്. അപ്പൊ അവിടെ എന്താണ്? നമ്മുടെ ഇമേജ് ഡാർക്ക് ആയിരിക്കും, പക്ഷേ എന്താണ്? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, മൈക്രോസ്കോപ്പിക് ഫീൽഡ് ഈസ് ബ്രൈറ്റ്ലി ലൈറ്റൻഡ് ആൻഡ് മൈക്രോ ഓർഗാനിസം അപ്പിയർ ഡാർക്ക് ബിക്കോസ് ദേ അബ്സോർബ് ലൈറ്റ്. ഓക്കെ, അപ്പൊ മൈക്രോ ഫീൽഡ് നമ്മുടെ ആ ഫീൽഡ് എന്തായിരിക്കും? ബ്രൈറ്റ്ലി ലൈറ്റൺ ആയിരിക്കും. ദെൻ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ്? അപ്പിയർ ഡാർക്ക്. ഓക്കെ, ദെൻ ദിസ് ഹാപ്പനിങ് ബൈ സ്റ്റെയിനിങ് മൈക്രോ ഓർഗാനിസം വിച്ച് ഗിവ് ദ അബിലിറ്റി ടു അബ്സോർബ് ലൈറ്റ്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ മൈക്രോ ഓർഗാനിസം നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഇത് നമ്മുടെ മൈക്രോസ്കോപ്പിൽ കാണുക. അപ്പൊ ഈ സ്റ്റെയിൻ ചെയ്യണ വഴി എന്താണ്? അവ ലൈറ്റ് ഈ മൈക്രോ ഓർഗാനിസം നമ്മൾ സ്റ്റെയിൻ ചെയ്യുമല്ലോ, അപ്പൊ ആ സ്റ്റെയിൻ ചെയ്യണ വഴി അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ എന്താണ്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്തായി മാറും? ഡാർക്ക് ആയിട്ട് മാറും. ദെൻ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ട് മാറും? ലൈറ്റ് കളർ ആയിട്ട് മാറും. അപ്പൊ അതിനെയാണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറയാം. ദെൻ എത്ര? നമുക്ക് 1000x to 2000x വരെ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എന്തിനൊക്കെയാണ് നമ്മൾ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു സ്റ്റഡി ലൈവ് ആൻഡ് ഇമ്മൊബൈൽ സ്പെസിമെൻസ് സച്ച് ആസ് ബാക്ടീരിയ, സെൽസ് ആൻഡ് ടിഷ്യൂസ്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ യൂസസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ്. ബ്രൈറ്റ് ഫീൽഡിൽ എന്തായിരുന്നു? നമ്മുടെ ഇമേജ് അഥവാ നമ്മുടെ സ്പെസിമെൻ നമുക്ക് ഡാർക്ക് ആയിട്ട് കാണും. ദെൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. എന്നാൽ ഡാർക്ക് ഫീൽഡിൽ എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിട്ട് കാണിക്കും, സ്പെസിമെൻ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. ദിസ് ഈസ് സിമിലർ ടു സിമ്പിൾ ഓർഡിനറി മൈക്രോസ്കോപ്പ് ബട്ട് ഹാസ് സിമ്പിൾ മോഡിഫിക്കേഷൻ. നമ്മുടെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തിയതാണ് ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. വി ഗെറ്റ് ബ്രൈറ്റ് ഇമേജ് ഓൺ എ ഡാർക്ക് ഫീൽഡ്. ഡാർക്ക് ഫീൽഡിൽ ഒരു ബ്രൈറ്റ് ഇമേജ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുക. ആൻഡ് ഒപ്പക് ഡിസ്ക് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ലൈറ്റ് സോഴ്സ് ആൻഡ് കണ്ടൻസർ ലെൻസ്. അപ്പൊ എന്താണ് ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ലൈറ്റ് സോഴ്സിന്റെയും കണ്ടൻസർ ലെൻസിന്റെയും ഇടയിൽ എന്ത് വെക്കും? ഒരു ഒപ്പാക് ഡിസ്ക് വെക്കും. ഓക്കെ, അപ്പൊ ഈ ഡിസ്ക് എന്ത് ചെയ്യും? ബ്ലോക്സ് മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ദാറ്റ് അലോ ദാറ്റ് വുഡ് എൻറ്റർ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഡയറക്ട്ലി. അങ്ങനെ ആ ഒപ്പാക് ഡിസ്ക് വെക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് റേസിനെ ആ ഡിസ്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്താണ്? ലൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായി കിട്ടും? ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ സ്പെസിമിൻ എന്ത് കിട്ടും? നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കിട്ടും. ഓൺലി ദ ലൈറ്റ് റിഫ്ലക്ട് ഓഫ് ദ സ്പെസിമെൻ എൻറ്റേഴ്സ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ നമ്മുടെ ഈ സ്പെസിമെൻ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് മാത്രമുള്ളൂ നമുക്ക് എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസിൽ കിട്ടുക. അപ്പൊ അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അതായത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഒരു ഒപ്പാക് ഡിസ്ക് വെച്ചിട്ട് മോഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് കിട്ടും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിന്റെ യൂസസ്? Used to examine live microorganisms cannot be stained by standard method. നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അത്തരം മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമിനേഷൻ ഓഫ് ലൈവ് ബ്ലഡ് സാമ്പിൾസ്. നമ്മുടെ ലൈവ് ബ്ലഡ് സാമ്പിൾസ് ദെൻ യൂസ് ടു സ്റ്റഡി സ്പൈറക്കേറ്റ്സ്, then bacteria motility, flagella. Okay, then internal structures in algae, yeast. Okay, അപ്പൊ ബാക്ടീരിയൽ മോട്ടിലിറ്റി, then അതിന്റെ ബാക്ടീരിയയുടെ ഫ്ലജെല്ലാസ്, then എന്താണ് ഈ ആൽഗെ, ഈസ്റ്റ്, അതിന്റെയൊക്കെ ഇന്റേണൽ സ്ട്രക്ചർ, then നമ്മുടെ ലൈവ് ബ്ലഡ് സാമ്പിൾസ്. ഓക്കെ, then നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ് നമുക്ക് എക്സാമിൻ ചെയ്യാനൊക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു, എന്താണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞു. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയിൽ എന്താണ്?
സ്പെസിമെൻ ഡാർക്ക് ആയിരിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആയിരിക്കും. സ്പെസിമെൻ നമ്മൾ സ്റ്റെയിൻ ചെയ്യും. ആ സ്റ്റെയിൻ നമ്മൾ ഡൈസ് കൊണ്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുക. അതുവഴി നമ്മുടെ ലൈറ്റിനെ അത് മൈക്രോ ഓർഗാനിസംസ് അബ്സോർബ് ചെയ്യും. ഏതില്? ബ്രൈറ്റ് ഫീൽഡില്. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് അബ്സോർബ് ചെയ്താൽ എന്താണ്? ആ സ്പെസിമെൻ മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഡാർക്ക് ആയിട്ട് കാണും, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്രൈറ്റ് ആയിട്ട് കാണും. എന്നാൽ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ എന്താണ്? നമ്മുടെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിന് ഒരു മോഡിഫിക്കേഷൻ വരുത്താണ്. എന്താണ് ആ മോഡിഫിക്കേഷൻ? ഒരു ഒപ്പാക് ഡിസ്ക് വെക്കുകയാണ്. ഓക്കെ, ഒപ്പാക് എവിടെയാണ് വെക്കുന്നത്? ലൈറ്റ് സോഴ്സിനും കണ്ടൻസർ ലെൻസിനും ഇടയിൽ ഒരു ഒപ്പാക് ഡിസ്ക് വെച്ചിട്ട് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഫീൽഡ് എന്താവും? ഡാർക്ക് ഫീൽഡ് ആണ് നമുക്ക് കിട്ടുക. ദെൻ ആ സ്പെസിമെൻ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് മാത്രമുള്ള ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരിക. ഓക്കെ, അപ്പോ അതുവഴി നമ്മുടെ ഒബ്ജക്റ്റ് ബ്രൈറ്റ് ആയിട്ട് ലഭിക്കും, ഫീൽഡ് ഡാർക്ക് ആയിട്ട് ലഭിക്കും. ദെൻ എന്താണ്? എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസം, ചില മൈക്രോ ഓർഗാനിസം നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്തരം മൈക്രോ ഓർഗാനിസത്തെ കാണാൻ വേണ്ടിയിട്ടും ദെൻ നമ്മുടെ സ്പൈറക്കേറ്റ്സ്, ദെൻ ബാക്ടീരിയൽ മോട്ടിലിറ്റി, ഫ്ലജെല്ല, നമ്മുടെ ആൽഗെ, ഈസ്റ്റ്, ഇതിനൊക്കെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, ദെൻ ഓക്കെ ലൈവ് ബ്ലഡ് സാമ്പിൾസ്, ഇതൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. അപ്പോ എന്താണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്? അപ്പൊ 1934 ഒരു ഡച്ച് ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ജെർണിക് ആണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ഡിവൈസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ മറ്റൊരു പേരാണ് ജെർണിക് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ജനറേറ്റ് കോൺട്രാസ്റ്റ് ടു ദ ഇമേജ്. നമ്മുടെ ഇമേജില് കോൺട്രാസ്റ്റ്, അതായത് ചില ഭാഗത്ത് വളരെ ബ്രൈറ്റ് ആയിട്ട് കാണിക്കും, ചില ഭാഗത്ത് ലൈറ്റ് ആയിട്ട് കാണിക്കും. ഇവിടെ രണ്ട് പിക്ചേഴ്സ് കാണാണ്ട്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി മൈക്രോസ്കോപ്പിലുള്ള, അവിടെ എല്ലാ മൈക്രോസ്കോപ്പിലെ വ്യൂ ആണ്. അതിലെന്താണ്? എല്ലാതും, അതായത് ഒരു സ്പെസിമെനിലെ ഫുൾ പാർട്സും ഒരുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? എന്നാൽ സെക്കൻഡ് പിക്ചർ നോക്കൂ, അവിടെ എന്താണ്? അവിടെ നമുക്ക് ആ സ്പെസിമെനിലെ, അതായത് ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ഓരോ പാർട്സും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്, അതും ഡിഫറെന്റ് കളേഴ്സിൽ, അല്ലെ?